വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മിനിമലിസം ആണ്. മിനിമലിസം ഒരു വാക്കു മാത്രമല്ല, അതൊരു ജീവിതശൈലി കൂടിയാണ്. എല്ലാം വാരി വലിച്ച് സ്വന്തമാക്കാനും കൈയടക്കാനും ശ്രമിക്കുന്നതിന് പകരമുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത രീതി. അതിന് അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്. ലോകം ഈ വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. ജീവിതത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഒരാൾക്ക് മിനിമലിസ്റ്റ് ആകാം. ആദായമായി കിട്ടുന്നതോ സമാധാനവും സാമ്പത്തിക ലാഭവും. മിനിമലിസ്റ്റിന്റെ വഴിയിൽ ഒന്നിൻ്റെയും അമിതമായ തള്ളിക്കയറ്റമില്ല. വസ്ത്രധാരണത്തിലും വീടിൻ്റെയും ഓഫീസിൻ്റെയും ഇന്റീരിയർ ഡിസൈനിങ്ങിലും മിനിമലിസ്റ്റിക് രീതി പിന്തുടരുന്നവരാണ് ആദ്യത്തെ കൂട്ടർ. ലളിതവും ട്രെൻഡുമായ വസ്ത്രം ധരിക്കാൻ ഇവർ താൽപ്പര്യപ്പെടുന്നു. ഇവരുടെ സ്വീകരണ മുറിയിൽ ശ്വാസം മുട്ടിക്കുന്ന ഫർണിച്ചറുകളോ അലങ്കാര വസ്തുക്കളോ കാണില്ല. അച്ചടക്കത്തിൻ്റെയും മനസ്സമാധാനത്തിൻ്റെയും വഴികളിലേക്കാണ് മിനിമലിസത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. ഭൗതിക ഭ്രമങ്ങളിലുള്ള അമിതമായ ആർത്തിയാണ് മിനിമലിസം വേണ്ടെന്ന് വെക്കുന്നത്. സന്തോഷം എന്നത് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലൂടെ കിട്ടുന്ന ഒന്നല്ല എന്ന് മിനിമലിസ്റ്റുകൾ. മിനിമലിസം എന്നാൽ കഴിയുന്നത്ര സാധനങ്ങൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അത്യാവശ്യക്കാർക്ക് നൽകിക്കൊണ്ട് തീർത്തും ലളിതമായി ജീവിക്കുന്നവരുടെ ഒരു ജീവിത രീതിയാണ്. സമയവും പണവും പാഴാക്കാതെ അതിൽ ലളിതമായും ഫലപ്രദമായും ജീവിക്കുന്നവരും മിനിമലിസ്റ്റുകളാണ്. യൂട്യൂബിൽ ഇന്ന് മിനിമലിസത്തെ പറ്റിയുള്ള നൂറുകണക്കിന് വീഡിയോകളുണ്ട്. വലിയ വീടും കാറും വിറ്റ് ചെറിയ സ്ഥലങ്ങളിലേക്ക് മാറിയവർ, ഒന്നോ രണ്ടോ ഫർണിച്ചറുകളും വിരലിലെണ്ണാവുന്ന പാത്രങ്ങളും വസ്ത്രങ്ങളും മാത്രം ഉപയോഗിക്കുന്നവർ, വലിയ ജോലിയുടെ ഭാരം ഉപേക്ഷിച്ച് ചെറിയ ജോലി ചെയ്ത് യാത്ര ചെയ്ത് ഭാരമിറക്കി വയ്ക്കുന്നവർ. മിനിമലിസ്റ്റുകൾ ജീവിതത്തെ നിരാകരിക്കുന്നില്ല, മറിച്ച് ലളിതമായ വഴിയിലൂടെ അതിനെ നേരിടുന്നു. മിനിമലിസം എന്നത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. കൺസ്യൂമർ ജീവികളായ മലയാളികൾക്കിടയിൽ മിനിമലിസം എന്ന ലളിത ജീവിത രീതി വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നൊരു കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, കടക്കെണിയും ജപ്തിയും സ്ത്രീധന മരണങ്ങളും ഇല്ലാത്ത ദിനങ്ങൾ കേരളത്തിലുണ്ടാകും എന്നൊരു സംശയവുമില്ല. മിനിമലിസത്തെക്കുറിച്ച് ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ചെറിയൊരു അറിവ് പകർന്നു തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.